എല്ലാവർക്കും ഡ്രീം ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കേരളത്തിൽ ഒരു വീട് നിർമ്മിക്കുമ്പോൾ നിങ്ങളുടെ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ അതിരും തമ്മിൽ ഒരു നിശ്ചിത അകലം പാലിക്കേണ്ടതായിട്ടുണ്ട്. ഈ അകലത്തെയാണ് സെറ്റ് ബാക്ക് എന്ന് പറയുന്നത്. ഈ ഒരു അകലം പാലിച്ചിട്ട് നിങ്ങൾ വീട് നിർമ്മിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ബിൽഡിംഗ് പെർമിറ്റും കെട്ടിട നമ്പറും ഒക്കെ ലഭിക്കുകയുള്ളൂ. അതായത് കേരളത്തിൽ ഒരു വീട് നിർമ്മിക്കുമ്പോൾ നിങ്ങളുടെ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ അതിരും തമ്മിൽ പാലിക്കേണ്ട അകലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മൂന്ന് സെൻറ്റിന് മുകളിൽ വരുന്ന പ്ലോട്ടുകൾക്കും 3 സെൻറ്റിന് താഴെ വരുന്ന പ്ലോട്ടുകൾക്കും സെറ്റ് ബാക്ക് വേറെ വേറെയാണ്. നിങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വീട് 3 സെൻറ്റിന് മുകളിലുള്ള ഒരു പ്ലോട്ടിലാണെങ്കിൽ, പ്ലോട്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ഥലം, അതായത് നിങ്ങൾ 3 സെൻറ്റിന് മുകളിലുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ വീട് വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഉയരം 10 മീറ്ററോ അതിൽ താഴെയോ ആണെങ്കിൽ വീടും നിങ്ങളുടെ സ്ഥലത്തിൻ്റെ അതിരും തമ്മിൽ പാലിക്കേണ്ട അകലം എത്രയാണെന്ന് വെച്ചാൽ വീടിൻ്റെ മുൻവശം അഥവാ ഫ്രണ്ട് യാർഡ് 3 മീറ്റർ വിടണം. ഇനി റിയർ യാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ മുൻവശം അല്ലാതെ പുറത്തേക്കുള്ള ഡോർ ഓപ്പണിംഗ് കൊടുത്തിട്ടുള്ളത് എവിടെയാണോ അതാണ് റിയർ യാർഡ്. അവിടെ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ അതിരിൽ നിന്നും 1.5 മീറ്റർ വിടണം. ഇനി വീടിൻ്റെ ബാക്കി 2 സൈഡുകളിൽ നിങ്ങൾ 1 മീറ്റർ വീതവും വിടണം. ഇനി എല്ലാ പ്ലോട്ടുകളും കറക്റ്റ് സ്ക്വയർ ഷേപ്പും റെക്റ്റാങ്കിൾ ഷേപ്പും ഒന്നും ആയിരിക്കില്ലല്ലോ. ചില പ്ലോട്ടുകൾക്ക് വളവുകളും ചെരിവുകളും ഒക്കെ ഉണ്ടാവും. നിങ്ങളുടേത് അത്തരത്തിൽ വളവുകളും ചെരിവുകളും ഒക്കെ ഉള്ള ഒരു പ്ലോട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീടിൻ്റെ മുൻവശത്ത് നിങ്ങളുടെ അതിരിൽ നിന്നും ഏറ്റവും കുറഞ്ഞത്, അതായത് മിനിമം 1.80 മീറ്റർ വിട്ടാൽ മതി. അതുപോലെ തന്നെ ഏവറേജ് 3 മീറ്ററും കിട്ടണം. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ റിയർ സൈഡിൽ അതിരിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് മിനിമം 1 മീറ്ററും ഏവറേജ് 1.5 മീറ്ററും വിട്ടിട്ട് വേണം നിങ്ങൾ വീട് നിർമ്മിക്കാൻ. അടുത്തത്, നിങ്ങളുടെ വീടിൻ്റെ ഉയരം 7 മീറ്ററോ അതിൽ താഴെയോ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ റിയർ സൈഡോ ഏതെങ്കിലും ഒരു വശമോ നിങ്ങൾക്ക് അതിരിനോട് ചേർത്ത് പണിയാം. ഇങ്ങനെ നിങ്ങൾ വീടിൻ്റെ ഏത് ഭാഗത്താണോ നിങ്ങൾ അതിരിനോട് ചേർത്ത് പണിയുന്നത് ആ ഭാഗത്തുള്ള തൊട്ടടുത്ത സ്ഥല ഉടമയുടെ ഒരു രേഖാമൂലമുള്ള ഒരു സമ്മതപത്രം വേണം. അതായത് അവർക്ക് നിങ്ങളിങ്ങനെ അതിരിനോട് ചേർത്ത് പണിയുന്നതിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് കാണിക്കുന്ന ഒരു സമ്മതപത്രം കൂടെ വേണം. ഇങ്ങനെ നിങ്ങൾ അതിരിനോട് ചേർത്ത് പണിയുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗത്ത് ജനലോ വാതിലോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വെന്റിലേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിരിൽ നിന്നും ഒരു 60 സെൻറ്റിമീറ്റർ വിട്ടിട്ട് വീടിൻ്റെ ചുമര് നിർമ്മിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഭാഗത്ത് സൺഷെയ്ഡ് പ്രൊജക്ഷനോ മെയിൻ റൂഫ് പ്രൊജക്ഷനോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിരിൽ നിന്നും ഒരു 60 സെൻറ്റിമീറ്റർ വിട്ട് നിർമ്മിക്കുക. ഒരു 30 സെൻറ്റിമീറ്ററിൽ നിങ്ങൾക്ക് സൺഷെയ്ഡ് പ്രൊജക്ഷനും റൂഫ് പ്രൊജക്ഷനും ഒക്കെ കൊടുക്കാം. ഇനി നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് ഒരു നോട്ടിഫൈഡ് റോഡ് ഉണ്ടെങ്കിൽ, അതായത് നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ, ഡിസ്ട്രിക്ട് ഹൈവേ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വിജ്ഞാപനം ചെയ്തിട്ടുള്ള റോഡുകൾ ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വശത്ത് നിർബന്ധമായിട്ട് 3 മീറ്റർ വിടണം. അടുത്തത്, നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് ഒരു അൺനോട്ടിഫൈഡ് റോഡ് ഉണ്ടെങ്കിൽ, അൺനോട്ടിഫൈഡ് റോഡ് എന്ന് വെച്ചാൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഒന്നും വിജ്ഞാപനം ചെയ്യാത്ത ഒരു റോഡാണെങ്കിൽ ആ റോഡിൻ്റെ വീതി 6 മീറ്ററിൽ താഴെയാണെങ്കിൽ നിങ്ങൾ ആ ഭാഗത്ത് 2 മീറ്റർ വിട്ടിട്ട് നിങ്ങൾക്ക് വീട് നിർമ്മിക്കാം. ഇനി നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് ഒരു ഇടവഴിയാണ് ഉള്ളതെങ്കിൽ ആ ഇടവഴിയുടെ വീതി 1.5 മീറ്ററോ അതിൽ താഴെയോ ആണെങ്കിൽ, അതിൻ്റെ നീളം 75 മീറ്ററോ അതിൽ താഴെയോ ആണെങ്കിൽ ആ സൈഡിൽ നിങ്ങൾ 1.5 മീറ്റർ വിട്ടിട്ട് നിങ്ങൾക്ക് വീട് നിർമ്മിക്കാം. പക്ഷേ ആ വഴി 75 മീറ്ററിൽ ഡെഡ് എൻഡ് ആയിരിക്കണം. അതായത് 75 മീറ്ററിൽ ആ വഴി അവസാനിച്ചിരിക്കണം. മറ്റ് റോഡുകളുമായിട്ട് ഈ ഒരു വഴി ജോയിൻ ചെയ്യാൻ പാടില്ല, കണക്റ്റ് ആവാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ വീടും അതിരും തമ്മിൽ പാലിക്കേണ്ട അകലത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക.